എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്, മുമ്പ് ഓട്ടോസിൻ്റെ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ ഓയിൽ ചേഞ്ചിൻ്റെ വീഡിയോ ഇടാമെന്ന് 1-2 പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങളെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കണമെന്ന് കരുതുന്നു. അപ്പം തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. 10K ഫോളോവേഴ്സ് ആവാറായി, അഥവാ സബ്സ്ക്രൈബേഴ്സ് ആവാറായി. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇൻസ്റ്റാ ഐ ഡി കൊടുക്കുന്നുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റാ ഐ ഡി വഴി ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സൗണ്ടൊക്കെ പേടിക്കുന്നു വേണ്ട. അത്യാവശ്യം മാറാറായിട്ടുണ്ട്. ഞാൻ ഇവിടെ 1500 കിലോമീറ്ററാണ് ഓടിയത്. ഇത് 5500 ആയതിന് ഇത്രയും കറുത്തിട്ടുണ്ട്. ഓയിൽ മാറാറായി, ഇനി അധികം ഓടാൻ പറ്റില്ല. നമ്മളിനി ഈ ഫണൽ ഉപയോഗിച്ച് നമുക്ക് നേരത്തെ പറഞ്ഞ ലൂസ് ഓയിലൊന്ന് ഒഴിച്ച് ഫില്ല് ചെയ്യാം. പിന്നെ അതിനുശേഷം നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ക്ലീൻ ചെയ്യാൻ ഓയിൽ ഡ്രെയിൻ ചെയ്യാം. നമുക്ക് ഡ്രെയിൻ നെറ്റ് ടൈറ്റ് ചെയ്യാം. എന്നിട്ട് ഈ പഴക്കമുള്ള വണ്ടികളിൽ ഈ ചെറിയ നെറ്റ് അഴിക്കുന്നേക്കാളും വലിയ നെറ്റ് അഴിക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ത്രെഡൊക്കെ പോയിരിക്കും. ഇത് വലിയ കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് ഇതാണ് അഴിക്കുന്ന സ്ഥിരം. അതിനുശേഷം നമുക്ക് ഈ ലൂർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫിൽറ്റർ വരെ റിമൂവ് ചെയ്തില്ലായിരുന്നു. ഫിൽറ്റർ മാറാം. ഫിൽറ്റർ മാറാൻ സിമ്പിൾ മെക്കാനിസം. പഴയ വെച്ച് ഇറങ്ങുകൊണ്ടെങ്കിൽ ഫിൽറ്റർ ആക്കാം. ഭയങ്കര പെട്ടെന്ന് ചിലപ്പോൾ ആവും കേട്ടത്. ഭയങ്കര ടൈറ്റ് ആയിരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് ആവും. ഇത് പെട്ടെന്ന് ആവുന്നുണ്ട്. ഞാൻ ടൈറ്റ് തരാണ്ടായിരിക്കും. ഇപ്പോൾ ആവുന്നുണ്ട്. സാറിനെ ബെൽറ്റ് പൊട്ടാളെയാണ്. ക്യാറ്റിൻ്റെ ബെൽറ്റാണ് ഒറിജിൻ. ഇത്ര വല്ല അറിയാം. ആ പഴയ ബെൽറ്റ് 1000 മുകളിലുണ്ട്. 1000-2000 മുകളിലുണ്ട്. ഓ ഇതാണ് നമ്മളെ പുതിയ ഫിൽറ്റർ. ഇതിൻ്റെ കവർ നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ നിന്ന് ഓയിൽ ലീക്കാവും. അത് മാക്സിമം ലീക്കാവാതിരിക്കാൻ വേണ്ടി കവർ നമുക്ക് ആവശ്യമുണ്ട്. വെച്ചുകൊടുക്കാം, നോക്കാം. ഓയിൽ സീലാണ്. സീല് കണക്കത്തെ ടൈപ്പാണ്. അവിടെ നമ്മൾ കുറച്ച് പുതിയ ഓയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇട്ട് ടൈറ്റ് ചെയ്ത് എടുക്കണം.
മാക്സിമം അതിന് കയറ്റിയ ശേഷം നമുക്ക് ഫിൽറ്റർ ചില വണ്ടിയുടെ കുഴപ്പമില്ല, ഇത് നമുക്ക് മാക്സിമം നമുക്കൊന്ന് ബെൽറ്റ് ഇട്ട് ഉടൻ കഴിക്കാം. ഇത്രയൊക്കെ മതിയാവും. ഇനി നമുക്ക് പുതിയ ഓയിൽ ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ഡീസൽ ഫിൽറ്ററോടെ മാറാറുണ്ട്. നമുക്ക് നോക്കാം. ഒരു 10-25 കിലോമീറ്റർ മുകളിൽ ഓടി 20,000 ഓടാവും ഡീസൽ ഫിൽറ്റർ മാറാതെ ഓരോ ഇൻ്റർവെല്ലിൽ. പക്ഷേ നമ്മൾ കൂടുതൽ ഓടി ഫിൽറ്ററിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഇനി എന്തായാലും ഓയിൽ പുതിയതൊഴിക്കാം. എടുത്തോ. അപ്പോൾ ഇതാണ് നമ്മൾ ഓയിൽ. 50W40 ആണെങ്കിൽ അതിൽ ഗ്രേഡ് വ്യത്യാസമുണ്ട്. മറ്റേ പവർ കുറഞ്ഞ എൻജിൻസിന് ഉപയോഗിക്കുന്ന ഓയിലാണ് APS-CH4. നമ്മൾ ആ ഷെല്ലിൻ്റെ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളീ ചെറിയ പഴയ RE ഡീസലിന് വേണ്ടതെന്ന് പറഞ്ഞാൽ 2200 ml, അഥവാ 2.25 ലിറ്റർ അടുപ്പിച്ച് വേണം. അപ്പം നമ്മൾ ഈ സാധനത്തിലാണ് നമ്മൾ ഓയിൽ അളന്നൊഴിക്കുന്നത്. ഇത് ലെവൽ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ബാക്കി ഒഴിക്കാം. നമ്മളെ ഫണൽ കാണാനില്ല, അതുകൊണ്ടാണ് ഈ ഒരു പരിപാടി ചെയ്യാനായിട്ട്. നമ്മൾ ബാക്കി ഒഴിക്കേണ്ട ഓയിലൂടെ ഒഴിക്കാം. ആ സമയം കൊണ്ട് ഇത് പൈപ്പ് ഇരിക്കുന്ന ഓയിൽ മാക്സിമം ഇറങ്ങട്ടെ. ബാക്കി ഓയിലൂടെ നമുക്ക് ഒഴിക്കാം. ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച ക്യാപ്പ് കൂടെ ഒന്ന് ക്ലോസ് ചെയ്തതിനു ശേഷം അടുത്ത ഡീസൽ ഫിൽറ്ററാണ് മാറാനുള്ളത്. ഡീസൽ ഫിൽറ്റർ പറഞ്ഞാൽ ഇതിൻ്റെ അകത്താണ്. ഡീസൽ ഫിൽറ്റർ നമ്മൾ എപ്പോഴും ജനുവിന് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. സാധാരണ വേറെ കിട്ടും, അതൊന്നും കറക്റ്റ് സൂട്ടാവില്ല. നമ്മൾ സൂട്ട് ചെയ്ത് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒറിജിനൽ തന്നെ ഇടുന്നതായിരിക്കും ഉചിതം. ഇത്ര റേറ്റ് മതി. ഫൈബറാണ്, ഒടിഞ്ഞു വരും. അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അടുത്ത നമുക്ക് ആദ്യമായിട്ട് ഡീസൽ ഫിൽറ്റർ ഇളക്കുന്ന മുമ്പേ ഫസ്റ്റ് നമ്മൾ ടാങ്കിൽ നിന്ന് പറഞ്ഞ കണക്ഷൻ ക്ലോസ് ചെയ്യണം. അതിന് നമ്മൾ ഒരു പുഷ് റോഡാണ് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് പുഷ് റോഡ് എഞ്ചിനാണ്. അപ്പോൾ അതിൽ വരുന്നൊരു പുഷ് റോഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതാണ് പുഷ് റോഡ്. വാൾവ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന സാധനമാണ്. നമുക്ക് ഈ ക്ലിപ്പിളക്കിയതിന് ശേഷം പുഷ് റോഡ് വെച്ച് ഈ മെയിൻ കണക്ഷൻ നമുക്ക് ക്ലോസ് ചെയ്യാം. ടാങ്കിൽ എന്ന് പറഞ്ഞാൽ അതേ നമുക്ക് ടാങ്കിലെ കണക്ഷൻ ക്ലോസ് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ ഇവിടെ ക്ലോസ് ചെയ്തതിലും കുഴപ്പമില്ല, പക്ഷേ എയർ കയറാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ കൂടെ ക്ലോസ് ചെയ്യാം. നല്ല ടൈറ്റാണ് അടുത്ത ക്ലിപ്പ്. ഒട്ടാറായില്ലടാ, പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ. ായി ഇവിടെ ക്ലോസ് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ബോക്സ് വെച്ച് ക്ലോസ് ചെയ്യും. പഠിച്ചെടുക്കും. ഓക്കെ, അത് നമുക്ക് ഫിൽറ്റർ യൂസ് ചെയ്ത് ഇളക്കാം. 13 റിംഗ് ഉപയോഗിച്ച് നമുക്ക് ഇളക്കാം.
ഇത് മാക്സിമം നല്ല ഡീസൽ വേണം. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. എന്തിനൊക്കെ ഉപയോഗിക്കാം. ഡീസലിൻ്റെ വില അറിയാലോ, നമ്മൾ കളയാൻ പറ്റില്ലല്ലോ. മോദി സർക്കാർ 100 രൂപ കള്ള പറഞ്ഞത് ഞാൻ കിട്ടി. അടിയിലിങ്ങനെ ഡീസലൊക്കെ നമുക്ക് കളയാം, ബാക്കി നമുക്ക് ഉപയോഗിക്കാം. ഞാൻ പ്രതീക്ഷിച്ച കഴിക്കൊന്നുമില്ല കേട്ടോ. എന്തായാലും പൊടിയുണ്ട്. ബാക്കി നമുക്ക് കളയാം. അഴുക്കുണ്ട് കേട്ടോ. മേടിക്കുമ്പോൾ ഈ 2 സാധനങ്ങൾ കിട്ടൂല. അപ്പോൾ സ്പ്രിങ്, അതുപോലെ തന്നെ ഈ വാഷർ അതിന് മുകളിലായിട്ട് ഇടണം. അതിനുശേഷം ഇതാണ് ഫിൽറ്റർ. അത് നമുക്ക് പൊട്ടിച്ച്, ഇതാണ് കേട്ടോ ഫിൽറ്റർ. അപ്പം ഇതാണ് ഫിൽറ്റർ വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതാ ഈ വരുന്ന ഓറിങ് നമ്മൾ ഇതിന് ഇളകി വന്നിട്ടില്ല, അത് ഇളക്കി എടുക്കണം. എന്നിട്ട് ഈ പുതിയ ഓറിങ് ഗ്രീസ് അപ്ലൈ ചെയ്ത് തറയിലോട്ട് ഇറങ്ങി വരാത്ത രീതിയിൽ തന്നെ ഇതിലോട്ട് ഫിറ്റ് ചെയ്ത് വയ്ക്കണം. പിടിപ്പിച്ചതിന് ശേഷം ഫുൾ ടൈറ്റ് ചെയ്യണം. ഓവർ ടൈറ്റ് ചെയ്യാൻ പാടില്ല. ഇതിൽ വാഷറാണ് പറഞ്ഞത്, നൈസ് വാഷറാണ്. പൊട്ടിപ്പോവും. പൊട്ടിയ ലീഡ്സിൽ ചെറുതായിട്ട് ലീക്കാവും. സാധാരണ നമ്മൾ വേറെ റബ്ബർ ഉപയോഗിക്കാറുണ്ട്, അത് കയ്യിലില്ലാത്തതുകൊണ്ട് ഈ പഴയ സാധനം തന്നെ ഇട്ട് തിരിച്ചു കയറ്റാം. ആദ്യം നമുക്ക് പമ്പിൽ നിന്ന് ഫിൽറ്ററിലോട്ട് ഇടണം. കണക്ഷൻ തിരിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ടാങ്കിൽ നിന്ന് പറഞ്ഞ കണക്ഷനും കൊടുക്കുക. ഭംഗിയായിരിക്കും. തരാൻ അങ്ങോട്ട് കയറും. ഓക്കെ, ഇനി എന്തായാലും ഡീസൽ ഫിൽറ്ററിൽ എയർ ചേർക്കണം. ജസ്റ്റ് ആ എയർ കൂടെ ഒന്ന് ക്ലിയർ ചെയ്യണം. Oh.
അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ബൈ. ഓക്കെ, സെറ്റ്. ഇനി എല്ലാം ഒതുക്കാം. നീ ഓഫ് ചെയ്തോ ക്യാമറ.